പ്രിയമുള്ളവരെ, അയിരൂർ UP സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര മേളയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ കോവിഡ് മഹാമാരി നമ്മളേവരെയും വീടുകളിൽ തളച്ചിട്ടിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ കുട്ടികളുടെ അറിവിനെയും കഴിവിനെയും പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം മേളകൾ സംഘടിപ്പിക്കുന്നത്. സമൂഹത്തിന്റെ വികാസ പരിണാമങ്ങൾ അറിയുന്നതിനും സമൂഹത്തിനെ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള കൂട്ടായ പരിശ്രമങ്ങളിൽ തന്റെ പങ്ക് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കുട്ടിയെ പ്രാപ്തരാക്കുക എന്നതാണ് സാമൂഹ്യശാസ്ത്ര പഠനത്തിന്റെ ലക്ഷ്യം. സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളെ രൂപപ്പെടുത്താൻ സാമൂഹ്യശാസ്ത്ര പഠനം സഹായിക്കുന്നു. ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂനതകളും കുറവുകളും സദയം ക്ഷമിക്കുമല്ലോ. നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് സവിനയം ആവശ്യപ്പെടുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം, എന്റെ പേര് ഐഷ ഫൈസൽ. ഞാൻ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നാഷണൽ സിംബൽസ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ നാഷണൽ സിംബൽസ്. Morning, I am Muhammad Adnan RV 4th A. I explain germination of seed. This is seed, this is seed coat, this is seedling, this is plant. Thank you. എൻ്റെ പേര് നൈനിക. ഞാൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 3ാം ക്ലാസ്സിലെ AVSലെ ഒരു പ്രവർത്തനമാണ് മുച്ചട്ടി അരിപ്പയുണ്ടാക്കൽ. അപ്പോൾ നമുക്ക് മുച്ചട്ടി അരിപ്പ ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങളാണ് ചരൽ, മണൽ, കരി, 3 ഓട്ടയുള്ള ചിരട്ട, കയർ കഷ്ണം 3 എണ്ണം, കമ്പി, പിന്നെ കോട്ടൺ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു വാളയം ഉണ്ടാക്കാം. ഒരു കമ്പി വളച്ചെടുത്ത് വാളയം ഉണ്ടാക്കാം. ഞാൻ ഇവിടെ ഉണ്ടാക്കിയ ഈ സ്റ്റാൻഡാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇടേണ്ടത് ഈ ചരൽക്കല്ലാണ്. പിന്നെ മണൽ ഇടുക. പിന്നെ നമ്മൾ ചിരട്ടക്കരി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ചെളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഒഴിച്ച വെള്ളവും ഈ വെള്ളവും കണ്ടില്ലേ വ്യത്യാസം? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചരൽക്കല്ല് ഈ വലിയ
അരിച്ചു മാറ്റുന്നു. മണൽ അതിലും ചെറിയ മാലിന്യത്തെ കളയുന്നു, അരിച്ചു മാറ്റുന്നു. പിന്നെ ചിരട്ടക്കരി പണ്ട് കാലത്ത് വെള്ളം ശുചീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. ചിരട്ടക്കരി വെച്ച് നമ്മൾക്ക് വെള്ളം ശുചീകരിച്ച് വെക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ബാക്ക് ടു മൈ ചാനൽ ആദിശങ്കർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്പെരിമെന്റ് ആണ്. ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ടൊരു മാങ്ങ അല്ലെങ്കിൽ ഒരു മച്ചിങ്ങ എന്തെങ്കിലും എടുക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കല്ലായാലും മതി. എന്നിട്ട് നമുക്ക് 2 ഗ്ലാസ് ആവശ്യമുണ്ട്. എന്നിട്ട് കുറച്ച് പൊടിപ്പ കല്ലുപ്പ എടുക്കുക. തുടങ്ങാം, എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിൽ വെള്ളം ഒഴിച്ചു, എന്നിട്ട് ഇതിലൊരു കല്ലിട്ട് വെക്കാം. ഇത് താന്നല്ലേ കിടക്കുന്നത് ഫ്രണ്ട്സ്, ശ്രദ്ധിച്ച് നോക്കി താന്നല്ലേ കിടക്കുന്നത്. അപ്പൊ അത് മാറ്റി, ഞാൻ ഇത് മാറ്റി. എന്നിട്ട് ഇത് പൊങ്ങിക്കെടുക്കാനായിട്ട് കുറച്ച് കല്ലുപ്പ് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കാം. അപ്പൊ നമ്മൾ ഇത് ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഇട്ടു. ഇതാണ് ഈ അത്ഭുതം. അടുത്തേക്ക് കണ്ടൊന്ന് കാണിച്ചേ. ഇതാണിത്, ഇതിന്റെ അവസ്ഥയാണിത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? വെള്ളത്തിൽ ഉപ്പ് ചേർന്നാൽ അത് പൊങ്ങിക്കെടുക്കും. പിന്നെ ഇത് എവിടെന്നാ ഞാൻ പഠിച്ചതെന്നുണ്ടെങ്കിൽ, ഈ ചാവുകടലിൽ നിന്ന് ആൾക്കാര് കിടന്ന് പത്രം വായിക്കും. പിന്നെ എത്ര ആഴത്തിൽ പോയാലും നമ്മൾ മുങ്ങില്ല, പൊങ്ങിയേ കിടക്കും. പിന്നെ ഫ്രണ്ട്സ്, അതിൽ നിന്നാണ് ഞാനത് പഠിച്ചത്. അപ്പൊ ഈ വീഡിയോയുടെ വലിപ്പയാണ്. അപ്പോഴേക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ബൈ ഫ്രണ്ട്സ്. ഹായ് കൂട്ടുകാരെ, ഞാൻ ആര്യനന്ദ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് പഴയ നാണയങ്ങൾ കാണിച്ചു തരാം. ഇന്ത്യയുടെ പഴയ നാണയങ്ങൾ. ഇനി വിദേശ നാണയങ്ങൾ പരിചയപ്പെടാം. വിദേശ നാണയങ്ങൾ: നന്ദി. എൻ്റെ പേര് ഷയാൻ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വീട്ടുസാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു പരീക്ഷണമാണ്. അതിന് മഞ്ഞൾപ്പൊടിയും സോപ്പും പൊടിയും 2 ഗ്ലാസും കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടി 1 ഗ്ലാസ്സിലേക്ക് ഇടുക. പിന്നെ സോപ്പും പൊടി 1 ഗ്ലാസ്സിലേക്ക് ഇടുക. എന്നിട്ട് വെള്ളം
മഞ്ഞൾപ്പൊടിയിൽ ഒഴിക്കുക. സോപ്പ് പൊടി വെള്ളത്തിലേക്ക് ഒഴിക്കുക. 1 സ്പൂൺ ഇളക്കുക. എന്നിട്ട് സോപ്പ് വെള്ളം നമ്മൾ മഞ്ഞൾ വെള്ളത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇളക്കുക. കണ്ടോ കൂട്ടുകാരെ, ഇപ്പോൾ ഇത് ചുവപ്പ് നിറമായത് നമ്മളെ ശരീരത്തെ മുറിയൊക്കെ പറ്റിയാൽ ചോരയല്ലേ വരിക? ചോരയുടെ നിറം എന്താ? ചുവപ്പല്ലേ? Francis 3. ഇന്നിടെ വന്നിട്ടുള്ളത് 6ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ ദ എർത്ത് മിത്ത് ആൻഡ് റിയാലിറ്റി എന്ന പാഠഭാഗത്തെ ഒരു ചെറിയ പഠനോപകരണവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതോടൊപ്പം ഭൂമിയുടെ ആക്സിസിൽ ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്. ഇതിനാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. രാവും പകലും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സണ്ണിന് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഈ ഭാഗത്ത് സണ്ണിന്റെ ലൈറ്റ് ഇവിടെ വന്ന് പതിക്കുന്നത് കൊണ്ട് അവിടെ ഡേ ആയി, മറുഭാഗത്ത് അവിടെ ലൈറ്റ് പതിക്കാത്തത് കൊണ്ട് അവിടെ നൈറ്റ് ആയിട്ടും അനുഭവപ്പെടുന്നു. ആവർത്തിച്ചുള്ള റൊട്ടേഷന്റെ ഫലമായി സണ്ണിനെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയുമായി അനുഭവപ്പെടുന്നു. നന്ദി. വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വെള്ളത്തിന്റെ ഉറവിടം. 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠഭാഗമായ ഭൂമിയും ജീവലോകവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത് ചെയ്യുന്നത്. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വെള്ളം അത്യന്താപേക്ഷിതമാണ്. ഭൂമിയുടെ മുന്നിൽ 2 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ്. അതിൽ 3% മാത്രമാണ് ശുദ്ധജലം. കുളങ്ങൾ, കായലുകൾ, നദികൾ, തടാകങ്ങൾ, കിണറുകൾ എന്നിവിടങ്ങളിലായി 1% മാത്രമാണ് മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ശുദ്ധജലം. ബാക്കി വരുന്ന വെള്ളം ധ്രുവപ്രദേശങ്ങളിലും മറ്റുമായി
മഞ്ഞുമലയായി കിടക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടുതൽ ഭാഗവും വെള്ളമാണെങ്കിലും ഭൂമിയിൽ ശുദ്ധജലത്തിന് ക്ഷാമം നേരിടുന്നു. മനുഷ്യന്റെ ജലത്തിന്റെ അമിതമായ ഉപയോഗവും ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നത് ശുദ്ധജല ദൗർബല്യത്തിന് ഇവയെല്ലാം കാരണമാവുന്നു. I'm Rafa Rahmat, studying 6th standard. നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് വോൾക്കാനോ ആണ്. വോൾക്കാനോ അഥവാ അഗ്നിപർവ്വതം. വോൾക്കാനോ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് കളർ ചേർത്ത വിനെഗർ ആൻഡ് ബേക്കിംഗ് സോഡയും. നമ്മളിവിടെ ലാവക്ക് പകരം ഡെമോ ആയി കാണിക്കുന്നതാണ് ഇത്തരം സാധനങ്ങൾ. ലാവ വളരെ ചൂടേറിയ ഒരു ദ്രാവകമാണ്. ഗുഡ് മോർണിംഗ്, ഞാൻ മുഹമ്മദ് സിനാൻ, 7ഡിയിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്ന് SSന്റെ ഭാഗമായി ഉണ്ടാക്കിയിരിക്കുന്നത് അറ്റ്മോസ്ഫിയർ ആണ്. ഇത് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സ്ട്രോസ്ഫിയർ. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ശാസ്ത്രമേളയ്ക്ക് വേണ്ടി സാമൂഹ്യശാസ്ത്രത്തിലെ വർക്കിംഗ് മോഡലായ ഡേ ആൻഡ് നൈറ്റ് ആണ്. അതിനൊരു ഭാഗത്ത് കറുപ്പും ഒരു ഭാഗത്ത് നീലയും കൊടുക്കാം. ഇതുപോലെ ഇതിന്റെ നടുവിലായി ഒരു മഞ്ഞ പേപ്പർ കൂടി ഒട്ടിക്കണം. വേറെ പറഞ്ഞില്ലേ? നമ്മുടെ ചൂടാ അവിടെ പോട്ട് ഇനി നമുക്ക് സൂര്യനെ ഒട്ടിക്കാം. ഇനി നമുക്ക് മേഘത്തെ ഒട്ടിക്കാം.
നക്ഷത്രങ്ങളെ ഒട്ടിക്കാം. ഇപ്പോൾ നമ്മളുടെ ഡേ ആൻഡ് നൈറ്റ് റെഡിയായി. ഞാനിന്ന് പറയാൻ പോകുന്നത് സൽത്തനത്ത് കാലഘട്ടത്തെ കുറിച്ചാണ്. ഗോറയിലെ ഭരണാധികാരിയായ മുഹമ്മദിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സൈനികനായ കുത്തബ്ദീൻ ഐബക്കാണ് മംലുക് വംശം അഥവാ അടിമ വംശം സ്ഥാപിച്ചത്. ഡൽഹിയിലെ സുൽത്താനാണ് കുത്തബ്ദീൻ ഐബക്ക്. ഡൽഹി സുൽത്താൻമാരാണ് ഭരിച്ചിരുന്നത്. ഇത് സൽത്തനത്ത് ഭരണകാലം എന്നറിയപ്പെടുന്നു. കുത്തബ്ദീൻ ഐബക്കിന് ശേഷം വന്നതാണ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷിന്റെ മകളുടെ പേരാണ് സുൽത്താന റസിയ. ഡൽഹിയിലെ ഏക വനിതാ ഭരണാധികാരി യാണ് ഇൽത്തുമിഷ് ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. തങ്ക, ചിതൽ എന്നിവയായിരുന്നു നാണയം. ഇൽത്തുമിഷ് പിടിച്ചെടുത്തിയ പ്രദേശങ്ങളാണ് ബംഗാൾ, മുൾട്ടാൻ, ലാഹോർ. കുത്തബ് മിനാറിന്റെ പണി കുത്തബ്ദീൻ ഐബക്കാണ് ആരംഭിച്ചത്. പക്ഷെ ഇൽത്തുമിഷാണ് പണി പൂർത്തിയാക്കിയത്. ഇൽത്തുമിഷിന് ശേഷം വന്ന ഭരണാധികാരിയായിരുന്നു ബാൽബൻ. വംശത്തിന് ശേഷം അധികാരത്തിൽ വന്ന വംശമാണ് ഖൽജി വംശം. അലാവുദ്ദീൻ ഖൽജി ആയിരുന്നു പ്രധാന ഭരണാധികാരി. ഗുജറാത്ത് ആയിരുന്നു ആദ്യം അദ്ദേഹത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്. ഗുജറാത്തിൽ നിന്ന് തുറമുഖങ്ങൾ വഴി ഇറാഖിൽ നിന്ന് മികച്ച കുതിരകളെ കൊണ്ടുവന്നു സൈന്യത്തെ ശക്തിപ്പെടുത്തി. ഖൽജി വംശത്തിനു ശേഷം അധികാരത്തിൽ വന്ന വംശമാണ് തുഗ്ലക് വംശം. മുഹമ്മദ് ബിൻ തുഗ്ലക്കും ഫിറോസ തുഗ്ലക്കുമായിരുന്നു പ്രധാന ഭരണാധികാരി. മുഹമ്മദ് ബിൻ തുഗ്ലക് ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റി. അതിന് ദൗലതാബാദ് എന്ന് പേര് കൊടുത്തു. പക്ഷെ ആ തീരുമാനം തെറ്റായിരുന്നു. അതുകൊണ്ട് ഇയാളെ ബുദ്ധിമാനായ വെടി എന്ന് വിളിക്കുന്നു. തുഗ്ലക് വംശത്തിനു ശേഷം അധികാരത്തിൽ വന്ന വംശമാണ് സേതു വംശം. ഖിസർ ഖാൻ ആയിരുന്നു ഭരണാധികാരി. സേതു വംശത്തിലെ തുടർന്ന് അധികാരത്തിൽ വന്ന വംശമാണ് ലോധി വംശം. ഇബ്രാഹിം ലോധിയായിരുന്നു സൽത്തനത്ത് കാലഘട്ടത്തിലെ അവസാന ഭരണാധികാരി. സൽത്തനത്ത് രാജവംശങ്ങൾ 1106 മുതൽ 1526 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിൽ 5 രാജവംശങ്ങൾ, 32 ഭരണാധികാരികൾ ഉണ്ട്. അതിൽ കുറച്ചു പേരെ കുറിച്ചാണ് നാം ഇന്ന് ഇവിടെ ചർച്ച ചെയ്തത്. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഓഫ് എർത്ത്. ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവും. ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ ചുറ്റുന്നു. ഈ ചലനത്തിനാണ് ഭ്രമണം എന്ന് പറയുന്നത്. ഭൂമി ഭ്രമണം ചെയ്യുന്നതോ സൂര്യനെ ചുറ്റുന്നതോ ആയ പ്രസ്താവനയ്ക്കാണ് പരിക്രമണം അഥവാ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഞാൻ ശ്രീനന്ദ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ലൂണാർ എക്ലിപ്സിനെയും സോളാർ എക്ലിപ്സിനെയും കുറിച്ചാണ്, അഥവാ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം. സോളാർ എക്ലിപ്സ് എന്നാൽ സൂര്യന്റെയും ഭൂമിയുടെയും നേർരേഖയിൽ ചന്ദ്രൻ വരുമ്പോൾ
ചന്ദ്രന്റെ നിഴൽ പാത ഭൂമിയുടെ ഒരു ഭാഗത്തേക്ക് പതിക്കുന്നു. ആ ഭാഗത്തു നിന്ന് സൂര്യനെ നോക്കിയാൽ സൂര്യനെ കാണാൻ സാധിക്കില്ല. അതിനെയാണ് സോളാർ എക്ലിപ്സ് എന്ന് പറയുക, അഥവാ സൂര്യഗ്രഹണം. അടുത്തതായി ചന്ദ്രഗ്രഹണത്തെ കുറിച്ച് പറയാം. ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞാൽ സൂര്യന്റെയും ചന്ദ്രന്റെയും നേർരേഖയിൽ വരുമ്പോൾ ഭൂമി അതിന്റെ നടുവശത്തായി വരുന്നു. ഭൂമിയുടെ നിഴൽ പാത ചന്ദ്രനിലേക്ക് പതിക്കുന്നു. അപ്പോൾ ആ ഭാഗത്തു നിന്ന് ചന്ദ്രനെ നോക്കിയാൽ ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ഇതിനെയാണ് ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്, അഥവാ ചന്ദ്രഗ്രഹണം. ചന്ദ്രനെയും ഭൂമിയെയും ആധാരമായതുകൊണ്ടാണ് ഗ്രഹണങ്ങൾ സംഭവിക്കുന്നത്. സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളുടെ നിഴൽ പാത എപ്പോഴും പ്രകാശ സ്രോതസ്സായ സൂര്യനെ എതിർ ദിശയിലായിരിക്കും. ഒരു ആകാശഗോളത്തിന്റെ നിഴൽ ചിലപ്പോൾ മറ്റൊരു ആകാശഗോളത്തിൽ പതിക്കാറുണ്ട്. ഇതിനെ നമുക്ക് ഗ്രഹണം എന്ന് വിളിക്കാം. Good evening all. My name is Avani. I study in 5th standard. Here I am going to talk about solar system. Solar system is the family in which Earth is a member. Sun, the only star in the solar system. Mercury, no satellites, smallest planet. Venus, brightest planet, hottest planet, no satellites. Earth, blue in color when viewed from space, the only where life is found to exist. One satellite, Moon. Mars, 2 satellites, traces of water flowing in ancient times discovered. Jupiter, biggest planet, more than 60 satellites, 12 years to revolve around the sun. Saturn, the ring around, more than 30 satellites. Uranus, more than 25 satellites, 84 years to revolve around the sun. Neptune, more than a dozen satellites, 164 years to revolve around the sun. നമസ്കാരം, ഞാൻ റീത. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സമയശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ ചാർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. എഴുതപ്പെട്ട ഭരണഘടന, അതുപോലെ തന്നെ എഴുതപ്പെടാത്ത ഭരണഘടന, ഇതാണ് ഞാൻ ഈ ചാർട്ടിൽ തയ്യാറാക്കിയിട്ടുള്ളത്. എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക, ഇതൊക്കെയാണ് എഴുതപ്പെട്ട ഭരണഘടന. എഴുതപ്പെടാത്ത ഭരണഘടന ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലാൻഡ്, ഇതൊക്കെയാണ് എഴുതപ്പെടാത്ത ഭരണഘടന. ലോകത്തിൽ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യ. ലോകത്തിൽ എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ ഭരണഘടനകൾ നിലവിലുണ്ട്. നന്ദി, നമസ്കാരം. എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. ഞാൻ 5ാം ക്ലാസ്സിലാണ്. ഞാൻ ഇവിടെ 10 രാജ്യങ്ങളുടെ പോയിന്റ്സ് കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മളുടെ രാജ്യത്തേത് കൂടാതെ ബഹ്റൈൻ, ഖത്തർ, UAE, സൗദി, മലേഷ്യ, ഡച്ച്ലാൻഡ്, ബ്രിട്ടൻ, ഇന്തോനേഷ്യ, നേപ്പാൾ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളുടേതും ഉണ്ട്.
Shahima Narin. I am studying in 6th B standard. This is latitude. This is sunlight and North Pole and South Pole. And first one Arctic Circle and second one Tropic of Cancer. Third one Equator and fourth one Tropic of Capricorn and last one Antarctic Circle. Thank you. നമസ്കാരം, ഞാൻ ഇന്നോട് ഉണ്ടാക്കി കാണിക്കുന്നത് സോളാർ സിസ്റ്റം മോഡലാണ്. ആദ്യം കാർഡ്ബോർഡ് പീസ് എടുത്ത് കറുത്ത പെയിൻ്റ് അടിക്കാം, അല്ലെങ്കിൽ കറുത്ത ചാർട്ട് പേപ്പർ ഒട്ടിക്കാം. പ്ലാനറ്റുകൾ നിർമ്മിക്കാൻ വട്ടത്തിൽ വെട്ടിയെടുത്ത കാർഡ്ബോർഡ് പീസുകൾ അല്ലെങ്കിൽ തെർമോക്കോളും അതേ വലുപ്പത്തിൽ വെട്ടിയെടുത്ത A4 ഷീറ്റിൻ്റെ പേപ്പറും വേണം. A4 ഷീറ്റ് പേപ്പറിലേക്ക് ഓരോരോ പ്ലാനറ്റുകൾക്ക് ആവശ്യമായ നിറം നൽകി കാർഡ്ബോർഡ് പീസിലോ തെർമോക്കോൾ പീസിലോ ഒട്ടിക്കാവുന്നതാണ്. അങ്ങനെ 8 പ്ലാനറ്റുകൾ നിർമ്മിക്കാവുന്നതാണ്. അവ മെർക്കുറി, എർത്ത്, മാർസ്, സാറ്റേൺ, ജൂപ്പിറ്റർ, വീനസ്, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ്. കൂടാതെ ഒരു സൂര്യനും നിർമ്മിക്കണം. സൂര്യൻ നിർമ്മിക്കാൻ അഥവാ സൺ നിർമ്മിക്കാൻ വട്ടത്തിൽ വെട്ടിയെടുത്ത പേപ്പർ ട്രയാങ്കിളിൽ കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ട്രയാങ്കിളുകൾ മേളയും വെട്ടിയെടുത്ത് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കളർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ചാർട്ട് പേപ്പർ പീസിലോ A4 ഷീറ്റ് പേപ്പറിലോ സോളാർ സിസ്റ്റം എന്ന് എഴുതിയും A4 ഷീറ്റ് പേപ്പർ കുഞ്ഞേതായി കട്ട് ചെയ്ത് പ്ലാനറ്റുകളുടെ പേരെഴുതിയും മാറ്റിവെക്കാവുന്നതാണ്. അവയ്ക്ക് നിറവും നൽകാം. പ്ലാനറ്റുകൾ എടുത്ത് അവയുടെ സ്ഥാനത്ത് വെച്ച് നോക്കണം ആദ്യം. അതിനുശേഷം ഫെവിക്കോളോ വൈറ്റ് ഗ്ലൂവോ കൊണ്ട് ഒട്ടിക്കാവുന്നതാണ്. പേരും സൂര്യനും സോളാർ സിസ്റ്റവും അങ്ങനെ ഒട്ടിക്കാവുന്നതാണ്. സോളാർ സിസ്റ്റം മോഡൽ റെഡിയായിരിക്കുന്നു. എൻ്റെ പേര് ഷുഹൈമ. ഞാൻ 7C ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിവിടെ പറയാൻ പോകുന്നത് മൗലികാവകാശത്തെ പറ്റിയാണ്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഉച്ചഭക്ഷണ പരിപാടി എല്ലാ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലെയും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനം. സ്കൂൾ മുഖേന പോഷകമൂലമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്നു. ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം സ്വയം സഹായ സംഘടനകൾക്ക് സഹായം നൽകുന്നു. ബാങ്ക് വായ്പയുടെ സബ്സിഡിയുടെയും പണം നൽകുന്നു. സംയോജിത ശിശുവികസന പരിപാടികൾ അംഗനവാടികൾ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ഗുണം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. സ്വയംതൊഴിൽ സഹായ റോസ്ഗാർ യോജന നഗരങ്ങളിലെ തൊഴിൽരഹിതർക്ക് പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹനം. പൂർണ്ണ സ്വന്തമായ വരുമാനമില്ലാത്ത 65 വയസ്സിന് പ്രായമുള്ളവർക്ക് പ്രയോജനം. മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടകളിൽ നൽകുന്നു. അന്ത്യോദയ എന്ന യോജന ദാരിദ്ര്യർക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം. മാസം 35 കിലോ അരി 3 രൂപ, റോദം ബാങ്കിൽ 2 രൂപ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധയും ഉള്ളവർക്ക് തൊഴിൽ. 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതി. 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. എൻ്റെ പേര് ഷാദിയ. ഞാൻ 7Cയിൽ പഠിക്കുന്നു.
ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവും ലക്ഷ്യങ്ങളുമാണ്. പരമാധികാരം. ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരം. മതേതരത്വം. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. റിപ്പബ്ലിക്. തിരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ നിശ്ചയിക്കുന്നു. ജനാധിപത്യം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടപ്പിലാക്കുന്നു. സ്ഥിതി സമത്വം. സമൂഹത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങൾക്കെതിരെ സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നു. I am Rifa. Highland, lowland and midland. Highland includes the eastern regions of Kerala. Rain, mist and cool weather in these regions. This region is part of the Shidari Ranges, lying well above the sea level. Major crops of highland: cardamom, pepper, tea, coffee, vanilla, clove, turmeric. Midland. The midland is sandwiched between the highland and lowland. This region in Kerala is characterized by the most diverse crops. Cereals, vegetables, tuber crops, etc. are part of this diversity. Major crops of midland: cereals, elephant food, yam, vegetable, tuber crops, rubber, tapioca. Lowland. The lowland lies close to sea level. Major crops of lowland: paddy. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ നാണയം ശേഖരണം കണ്ടാലോ? ഡബിൾ നാണയുണ്ട്. അതാ അടുത്തത്. ഇതാ ഇനിയുണ്ട്. ഇതടുത്തത്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഞാൻ റിയാമിസ്കാൻ ഏഴ് ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിന്ന് പറയാൻ പോകുന്നത് SSന്റെ ഭാഗമായ ഇന്ത്യൻ സമ്പദ വ്യവസ്ഥകളെ കുറിച്ചാണ്. ഇന്ത്യൻ സമ്പദ വ്യവസ്ഥകൾ 3 തരത്തിലാണുള്ളത്. 1. പ്രാഥമിക വ്യവസ്ഥ, 2. ദ്വിതീയ മേഖല, 3. തൃതീയ മേഖല. പ്രാഥമിക മേഖല എന്നത് കൃഷിയെ സംബന്ധിച്ചും, ദ്വിതീയ മേഖല എന്നത് വ്യവസായങ്ങളെ സംബന്ധിച്ചും, തൃതീയ മേഖല എന്നത് സമൂഹ സേവനങ്ങളെ സംബന്ധിച്ചുമാണുള്ളത്. ഹോസ്പിറ്റൽ, ബാങ്ക്, സ്കൂൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. താങ്ക് യു. Hi friends, I am Minha. I am studying in 7th standard in AUPS IOT. I am telling about features of Constantinople. Features of Constantinople. Constantinople was center of knowledge, adobe of
scholars and a treasure trove of scholar texts. Gateway from Asia to Europe. When the Turks conquered Constantinople in 4053, it resulted in the fall of the centuries-old Eastern Roman Empire. Consequently, scholars, artists, and writers fled from Constantinople to nearby areas in great numbers. Many of them migrated to Italy. Constantinople, the present Istanbul, the east capital of the Eastern Roman Empire, has unique place in history of the world. This is the map of Constantinople. That's all, my dear. Thank you to all. ഞാൻ 7 സി ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് സാമൂഹ്യശാസ്ത്ര മേളയ്ക്കനുബന്ധിച്ച് നിസ്സഹകരണ സമരത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നിസ്സഹകരണ സമരം 2 തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു: ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും. ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടതാണ് വിദേശ ബഹിഷ്കരണം, പദവികൾ, ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, നികുതി നിഷേധം, കോടതി ബഹിഷ്കരണം. അടുത്തത് ക്രിയാത്മക പ്രവർത്തനം: ഹിന്ദു മുസ്ലിം ഐക്യം, ഐത്തോച്ചാടനം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. ഇത്രയുമാണ് നമ്മൾ നിസ്സഹകരണ സമരത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു. ജർമ്മനി അധികാരത്തിലേക്ക്. യുദ്ധങ്ങൾ വഴി: പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം, മൈസൂർ യുദ്ധങ്ങൾ, മറാത്ത യുദ്ധങ്ങൾ. ബംഗാൾ, മലബാർ, കൂർഗ്, മറാത്ത. നിയമനിർമ്മാണങ്ങൾ വഴി: സൈനിക സഹായ വ്യവസ്ഥ, പത്തവകാശ നിരോധന നിയമം, ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയവ. താൻസി, സത്താറ, നഗ്പൂർ തുടങ്ങിയവ. കീഴടക്കിയ പ്രദേശങ്ങളിൽ ഏകീകൃത ഭരണ സംവിധാനം നടപ്പാക്കി. പേര് ദേവനന്ദ. ഞാൻ 7 സിയിൽ പഠിക്കുന്നു. സാമൂഹ്യശാസ്ത്ര മേളയിൽ അവതരിപ്പിക്കുന്നതിന് കേരളത്തിൻ്റെ ഭൂപടം വരച്ച് 15 തരം ധാന്യങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സന ഫാത്തിമ, 7 സി ക്ലാസ്സിൽ പഠിക്കുന്നു. കുറച്ച് കോടതികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൽ കാണുന്ന കോടതികളുടെ ചോദ്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? ആൻസർ സുപ്രീം കോടതി. സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ്? മുൻസിഫ് കോടതി. ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട കോടതി ഏതാണ്? ആൻസർ മജിസ്ട്രേറ്റ്സ് കോടതി. ഇത്രയും കോടതികളാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നത്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്തേ. എല്ലാ അധ്യാപകന്മാർക്കും കൂട്ടുകാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ സ്കൂളിലെ ശാസ്ത്രോത്സവത്തിനോടനുബന്ധിച്ച് ഞാൻ ചെയ്ത ഒരു വർക്കാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ മയൂക. ഞാൻ 5th D ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ കോയിൻ കളക്ഷൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിക്കുന്നുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് കണ്ടാലോ? അപ്പോൾ ഇതിൽ ഞാൻ നല്ല ഒരു ചാർട്ട് പേപ്പറിൽ നല്ല വൃത്തിയായി കോയിൻസൊക്കെ ഒട്ടിച്ച് പഴയ നാണയ ശേഖരണം എന്ന ഹെഡിങ്ങും എഴുതി നല്ല വൃത്തിയിൽ ഈ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിലുള്ളത് പല മഹാന്മാരുടെയും ഉദാഹരണം വെച്ചാൽ മദർ തെരേസ, ഇന്ദിരാഗാന്ധി, മഹാത്മാഗാന്ധി, ശ്രീനാരായണ ഗുരു തുടങ്ങിയവ എല്ലാവരുമുണ്ട്.
ഞാൻ അജയ്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നാണയങ്ങളിലെ മുദ്രകളുമാണ്. ഇത് ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കാലത്തെ നാണയങ്ങൾ. ഇത് സമുദ്രഗുപ്തന്റെ കാലഘട്ടത്തിലെ നാണയം. ഇത് ശതവാഹന കാലത്തെ നാണയം. ഇത് കാലച്ചെമ്പു നാണയങ്ങൾ. ഇത് കുശാന കാലത്തെ നാണയങ്ങൾ. ഇത് റോമൻ സ്വർണ്ണ നാണയങ്ങൾ. ഇത് ഗംഗാ സമതലത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന നാണയങ്ങൾ. ഇത് നാണയങ്ങളിലെ മുദ്രകളാണിത്. ഞാൻ സൽമാൻ ഫാരിസ്. ഞാൻ APS അയ്യൂരിലെ 5ഡിയിലെ വിദ്യാർത്ഥിയാണ്. ശാസ്ത്രമേളയോടനുബന്ധിച്ച് സോഷ്യൽ സയൻസിലെ ഒരു വർക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നൈൽ നദിയെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ വിവരിക്കുന്നത്. നോക്കാം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദി സ്ഥിതി ചെയ്യുന്ന വൻകര ആഫ്രിക്ക. നൈൽ നദിയുടെ ഏകദേശ നീളം 6850 കിലോമീറ്റർ. അന്താരാഷ്ട്ര നദി ഇന്റർനാഷണൽ റിവർ എന്ന് വിശേഷിപ്പിക്കപ്പെടാറുള്ള നദി നൈൽ നദി കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം 11. ഏതൊക്കെ രാജ്യങ്ങളുടെ ജീവനാണിയായിട്ടാണ് നൈൽ അറിയപ്പെടുന്നത്? ഈജിപ്ത്, സുഡാൻ. ആഫ്രിക്ക വൻകരയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് കൂടിയാണ് നൈൽ ഒഴുകുന്നത്. എൻ്റെ പേര് ശ്രീനാഥ്. ഞാൻ കേരളത്തിൻ്റെ ഭൂപടം ഉണ്ടാക്കിയിട്ടുണ്ട്. പല നാണയങ്ങളും ഉണ്ട്. എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. ഞാൻ 5ാം ക്ലാസ്സിലാണ്. ഞാൻ ഇവിടെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ UAE, ഇന്ത്യ, സൗദി, നേപ്പാൾ, ന്യൂസിലാൻഡ്, ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖ്, ബംഗ്ലാദേശ്, മലേഷ്യ, ഖത്തർ, ശ്രീലങ്ക, ഒമാൻ എന്നീ രാജ്യത്തേതുണ്ട്.